ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾക്ക് ദൂരെ ഒരു സ്ഥലത്ത് പോകാനുണ്ട്. ഈ അടുത്ത് തന്നെ ഒരു ഫംഗ്ഷന് പോകാനുള്ളതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് എടുത്ത ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഓൾട്ടർ ചെയ്യാൻ കൊടുക്കാനുണ്ടായിരുന്നു. സോ രാവിലെ തന്നെ ഇറങ്ങി അത് കൊടുത്തിട്ട് അശ്വതിനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലാക്കിയിട്ടോ. അവർക്ക് ഇവിടെ ഉത്സവവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വേറെയും തിരക്കുകളുണ്ട്. അതുകൊണ്ട് ഞാനും അതിലെ മാത്രമാണ് പോകുന്നതും. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി എറണാകുളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ചെറായി വൈപ്പിൻ ഭാഗത്തോട്ടാണ് പോകുന്നത്. പോണ വഴി ഞങ്ങൾ കണ്ടത് കുമ്മട്ടി ആയതുകൊണ്ട് അതും വാങ്ങി ചെന്ന് കയറിയത് സിൽനയുടെ വീട്ടിലാണ്. ഞങ്ങൾ മഹാരാജ് കോളേജിലെ കമ്പനി ആണെങ്കിലും അടുത്തറിയുന്നത് BEdന് ജോയിൻ ചെയ്തപ്പോഴാണ്. മുന്നത്തെ വീഡിയോയിൽ BEd കോളേജൊക്കെ കാണിച്ചപ്പോൾ കൂട്ടത്തിൽ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ മൂന്നാമൻ സിൽനയാണ്. ഇത്ര ദൂരം യാത്ര ചെയ്ത് വന്നതിനുള്ള കാരണം കേട്ടോ ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ സിൽന ഞങ്ങൾക്ക് മാംഗോ ജ്യൂസും അവൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഹൈ ഡാൻസിങ്ങിൻ്റെ ഐസ്ക്രീമും ഒക്കെ തന്നു കേട്ടോ. അപ്പോൾ ഇനി വന്ന കാര്യം പറയാലോ, കുഞ്ഞാവയുടെ നൂലുകെട്ട് ഫംഗ്ഷനുള്ള ഡ്രസ്സ് തയ്ക്കുന്നത് കൂടുതൽ ഫാഷൻ ഡിസൈനറായ ആതിരയാണ്. സോ അതിൻ്റെ അളവെടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. വന്ന പാടെ ഞാൻ ചെന്ന് ആതിരയ്ക്ക് കൊടുത്തു വിടാനുള്ള 2-3 മാങ്ങയൊക്കെ പറിച്ചു. ഞങ്ങൾക്ക് തന്നു വിട്ടിട്ടുണ്ടായിരുന്ന കടച്ചക്കയും കാന്താരിമുളകും എല്ലാം ഞാൻ വേറെയും കവറിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇവൾക്ക് ഉപ്പിലിട്ട് മാങ്ങ അങ്ങനത്തെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ ഞാൻ മാങ്ങയൊക്കെ ഓടിച്ചെന്ന് പറിച്ചിട്ടുണ്ടായിരുന്നത്. അതുമല്ല മാങ്ങ ഇപ്രാവശ്യമാണ് ഇങ്ങനെ ആദ്യമായിട്ട് ഒത്തിരി ഉണ്ടാവണതും. സോ അത് ഉപ്പിലിട്ട് വെക്കാനുള്ള ഒരു ടിന്നും ഒക്കെ ഞങ്ങൾക്ക് എടുക്കാനുണ്ടായിരുന്നു. അവളുടെ പ്രൊഫഷൻ്റെയൊക്കെ ഭാഗമായിട്ട് കൂടുതൽ സൗകര്യങ്ങൾക്കൊക്കെ ആയിട്ട് അവളിപ്പോൾ ഒരു PG എടുത്തിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ദേ എല്ലാം വാരിപ്പെറുക്കി ഇവളെ പറഞ്ഞു വിട്ടിട്ട് ട്യൂഷൻ എടുക്കാനായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ആ സമയത്ത് ഞാനിങ്ങനെ പറയുമായിരുന്നു, ശരിക്കും ഈ കല്യാണം കഴിഞ്ഞ് പോയ പെൺമക്കളെയൊക്കെ വീട്ടിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ കൊടുത്ത് പറഞ്ഞു വിടൂലേ, അതുപോലെ ഉണ്ട് ഇവളെ പറഞ്ഞു വിടുന്നത് കാണാമെന്ന്. പിന്നെ വീട്ടിൽ ആര് വന്നാലും പിള്ളേർക്ക് ആരാ എന്താണെന്നൊക്കെ അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ആണ് കേട്ടോ. ഇന്നാണെങ്കിൽ വന്നത് ആതിരയാണോ അശ്വതിയാണോ എന്നുള്ള കൺഫ്യൂഷനുമാണ്. പേര് തമ്മിൽ മാറിപ്പോകുന്നുണ്ട്. കാരണം ഇവരെ രണ്ടുപേരെയാണ് പിള്ളേർ കൂടുതലും കാണുന്നത്.